ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബീഡ്സ് വെച്ചിട്ടുള്ളൊരു സെൻറ്റർ ക്ലിപ്പാണ്. ഞാൻ കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് 2-3 മോഡൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ബീഡ്സ് വെച്ചിട്ടൊരു സെൻറ്റർ ക്ലിപ്പ് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ ഇതിന് മുമ്പ് ചെയ്ത നമ്മുടെ കുന്തൻ സ്റ്റോണും സ്റ്റോൺ ഷീറ്റൊക്കെ വെച്ച് ചെയ്തതിൻ്റെ ലിങ്ക് ഇടാം. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനായിട്ട് സെൻറ്റർ ക്ലിപ്പിൻ്റെ ബേസ് വേണം. ഇതുപോലെ ബേസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് വേണം. പിന്നെ കുറച്ച് ബീഡ്സാണ്, ഞാനിവിടെ ക്രിസ്റ്റൽ ബീഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് ഒരു സിൽവർ കളർ ബീഡും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എലാസ്റ്റിക് ത്രെഡാണ്. ഇത്ര ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ബീഡ്സ് കോർത്തെടുക്കാം. പിന്നെ ഒട്ടിച്ചെടുക്കാൻ ഞാൻ B7000 ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിലും പിന്നീട് ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തത്. അപ്പോൾ ഞാനത് ലാസ്റ്റിൽ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ബീഡ്സ് കോർത്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേ സെയിം ബീഡ്സ് വെച്ചിട്ട് സെയിം മോഡലിൽ തന്നെ ഒരു കമ്മൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിട്ട് തന്നെ ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു മോഡൽ കമ്മലാണ്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ബീഡ്സ് എങ്ങനെ കോർക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ 2 ക്രിസ്റ്റൽ ബീഡാണ് കോർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടുക്കിലായിട്ട് നമ്മുടെ സിൽവർ ബീഡ് കോർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ബീഡ്സ് 2 കോർക്കുക. അതിന് ശേഷം നമ്മുടെ സിൽവർ ബീഡ് ഒരെണ്ണം എടുത്ത് കോർക്കുക. അതിൻ്റെ അപ്പുറത്തെ ത്രെഡ് സെയിം ആ ബീഡിൻ്റെ ഉള്ളിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ കോർത്തൊന്ന് ടൈറ്റ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബീഡ്സിൻ്റെ സെൻറ്ററിലായിട്ട് വരും സിൽവർ ബീഡ്. ഇനി നമ്മൾ വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ് കോർക്കുകയാണ്. അപ്പോൾ ഇനി ക്രിസ്റ്റൽ ബീഡ് കോർക്കുമ്പോൾ 2 ത്രെഡിലായിട്ട് കോർക്കണം. അപ്പോൾ റൈറ്റിലും ലെഫ്റ്റിലും ഓരോന്ന് വീതം കോർക്കുക. നമ്മൾ ആദ്യം 2 ഒരുമിച്ച് കോർത്തു, പക്ഷേ ഇനി നമ്മൾ 2 സൈഡിലും ഓരോ ബീഡായിട്ട് കോർക്കുക. അതിന് ശേഷം നമ്മൾ ഒരു സിൽവർ ബീഡിന് പകരം 3 സിൽവർ ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. കോർക്കുന്നത് സെയിം അതേ രീതിയിൽ തന്നെ. പിന്നെ അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു പാറ്റേൺ നമുക്ക് കിട്ടുക ഇതുപോലെ. അപ്പോൾ ഇത് സിൽവർ ബീഡ് ഞാനിങ്ങനെ 3 അതിങ്ങനെ ഒട്ടിയിരിക്കുന്ന ടൈപ്പാണ്. നമ്മളത് പ്രസ് ചെയ്ത് അടർത്തിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് എളുപ്പമായി എനിക്ക്, കാരണം 3 ഒരുമിച്ചിരിക്കണ കാരണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ബീഡ് കോർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ അല്ലാത്ത ബീഡാണെങ്കിൽ നിങ്ങൾ 3 ബീഡ് കോർത്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ വരും. അപ്പോൾ ഇനി ഫുള്ളായിട്ട് നമുക്കിനി ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തെടുക്കണം. ഇനി നമ്മൾ വീണ്ടും ക്രിസ്റ്റൽ ബീഡ് ഓരോന്ന് 2 സൈഡിലും കോർക്കുക. അതിനുശേഷം സിൽവർ ബീഡ് സെൻറ്ററിൽ ഒരെണ്ണം വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കോർക്കുക. പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ ഈ ഒരു മോഡൽ കമ്മൽ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബീഡ്സ് ഫ്ലവർ രീതിയിൽ കോർത്തെടുത്തിട്ടും നമുക്ക് സെൻറ്റർ ക്ലിപ്പിലേക്ക് കൊടുക്കാം. ഇനി നമ്മൾ ഇലാസ്റ്റിക് ത്രെഡ് സെൻറ്റർ ക്ലിപ്പിൽ ആദ്യം തന്നെ ഒന്ന് കെട്ടിട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും കോർത്ത് അതിൽ തന്നെ കെട്ടിട്ട് അവസാനിപ്പിക്കാം. എന്നിട്ട് പിന്നെ സെൻറ്ററിൽ നമ്മൾ ഈ ത്രെഡിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ച് കെട്ടി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കമ്പി വെച്ചിട്ട് നമുക്ക് ചെയ്യാം, കോപ്പർ വയർ വെച്ചിട്ടും ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിതിപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബീഡ്സുകളൊക്കെ വെച്ച് അതുപോലെ നമുക്ക് സ്റ്റോൺ ഷീറ്റ്, സ്റ്റോൺ ചെയിൻ ഒക്കെ വെച്ച് നമുക്ക് നമ്മുടെ സെൻറ്റർ ക്ലിപ്പ് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. പല മോഡലിൽ ചെയ്യാം. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തപ്പോൾ ഇതേ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റമൊന്ന് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ അത് കെട്ടിടാനൊക്കെ ഞാൻ മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, എലാസ്റ്റിക് ത്രെഡ് ബീഡ്സ് കോർത്തിട്ട് എങ്ങനെ കെട്ടിടുക എന്നുള്ളത്. അപ്പോൾ കറക്റ്റ് ലെങ്ത്തിലല്ലേ എന്നൊന്ന് വെച്ച് നോക്കുക. അതിന് ശേഷം വേണം കെട്ടിട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ബീഡ്സ് കോർത്ത് ഒട്ടിക്കുന്ന ടൈമിൽ അതിന് ലെങ്ത്ത് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നീളം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ബീഡ്സ് അഴിച്ച് മാറ്റാം. പിന്നെ നമ്മൾ ആദ്യം കോർത്ത് അതേ രീതിയിൽ തന്നെ അവസാനിപ്പിച്ച് കൊടുക്കണം ബീഡ്സ്. നമ്മൾ ആദ്യം 2 ക്രിസ്റ്റൽ ബീഡും അതിന് സെൻറ്ററിൽ ഒരു ബീഡ്, വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ്, ആ രീതിയിൽ അവസാനിപ്പിച്ച് കൊടുക്കണം. ഇനി ഫസ്റ്റിലൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ രണ്ടാമത് ഇടുന്ന കെട്ടിൽ ഇതുപോലെ 2 വട്ടം ഉള്ളിലൂടെ കോർത്തതിന് ശേഷം കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അത് പിന്നെ വിട്ടുപോവില്ല. പിന്നെ വീണ്ടും നമുക്ക് 1-2 കെട്ടും കൂടി ഇട്ടിട്ട് ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഒന്ന് കെട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു കെട്ടും കൂടി ഇട്ടിട്ട് ത്രെഡിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ബാലൻസ് നിൽക്കുന്ന ത്രെഡ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഉരുക്കി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് തന്നെ ജസ്റ്റ് ഒന്ന് കടത്തി വെച്ച് കൊടുത്താൽ മതി. പിന്നെ അത് വിട്ടു പോവില്ല. അപ്പോൾ ഞാൻ കെട്ടിട്ടതിന് ശേഷം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്റ്റൽ ബീഡൊക്കെ ആയ കാരണം നമ്മുടെ ഇത് ഇരിക്കാൻ ഇത്തിരി ഒരു പ്രയാസം, നമ്മൾ പിടിക്കുമ്പോൾ അതിങ്ങനെ പോവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വച്ച് നോക്കാം. ഈ ത്രെഡിനൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇനി നമുക്കിതുപോലെ തന്നെ പല രീതിയിൽ ബീഡ്സുകൾ കോർത്ത് സെൻറ്റർ ക്ലിപ്പുകൾ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ അലിഗേറ്റർ ക്ലിപ്പൊക്കെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും.
ഇനി നമുക്കിതിനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഗ്ലൂ അല്ല B7000 ഗ്ലൂ അല്ല എടുത്തതെന്നുള്ളത്. അപ്പോൾ ഇത് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്ലൂ ഗൺ ഇവിടെ വാങ്ങിച്ചിട്ടുള്ള ഗ്ലൂ ഗൺ എനിക്കെന്തോ ലാസ്റ്റിങ് നിൽക്കുന്നില്ല. അതിങ്ങനെ ചാർജ് ഇട്ടാലും അങ്ങനെ ഭയങ്കരമായിട്ട് ഹീറ്റാവുക, കൈയൊക്കെ പൊള്ളുക, ഷോക്ക് അടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് പൊട്ടിക്കുന്നത്. ഇതിൻ്റെ റിവ്യൂ പോലെ ഞാനൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നല്ല കനൊക്കെയുള്ള ടൈപ്പായിരുന്നു. ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ നമ്മുടെ ഇവിടുത്തെ ടൈപ്പാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഫസ്റ്റ് നമ്മളൊരു ഐറ്റം ഉപയോഗിക്കാൻ നമുക്ക് സ്പീഡ് കുറച്ച് കുറവായിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം ഞാനിത് ഒട്ടിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അറിയാത്തൊരാൾ ഒട്ടിക്കുന്ന പോലെ തോന്നും നിങ്ങൾക്ക്. പക്ഷെ ഞാനിത് ഈ ഒരു മെഷീനിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പരിചയക്കുറവാണ്. അപ്പോൾ ഇതുപോലെ 2 ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. 2 ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മൾ സാധാരണ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന പോലെയല്ല, കുറച്ച് വലിപ്പമുള്ള ടൈപ്പാണ്. അത് ഗ്ലൂ ഗണ്ണിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണല്ലോ വരിക. അപ്പോൾ ഇതുപോലെ ബാക്കിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊന്ന് ചാർജിലിടണം. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ട്. അപ്പോൾ കൈ നമുക്ക് ചൂടായാലും പെട്ടെന്ന് പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് അങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷേ ആ പ്ലാസ്റ്റിക്കും ചൂടാവുന്നുണ്ട്. പിന്നെ ഇതുപോലൊരു ക്ലിപ്പുണ്ട്. നമുക്ക് ഗ്ലൂ ചൂടാക്കി കഴിഞ്ഞാൽ അതും ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് നിർത്താനായിട്ട്, അതിൻ്റെ അറ്റം നിലത്ത് മുട്ടാണ്ട് സ്റ്റാൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ട ഇതുപോലെ ഞാൻ വയ്ക്കുന്നത് മേശപ്പുറത്തല്ല, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഗ്ലൂ ഗൺ എങ്ങനെയാണ് ഒട്ടിച്ചെടുക്കണമെന്ന് നോക്കാം. ജസ്റ്റ് ചൂടായി കഴിയുമ്പോൾ നമ്മളതിൻ്റെ ബാക്കിൽ ആ പച്ച സാധനം പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഗ്ലൂ വരും. അപ്പോൾ ഞാൻ ആദ്യം പ്രസ് ചെയ്തത് ശരിയായില്ല, നന്നായിട്ട് പ്രസ് ചെയ്ത് നിൽക്കണം, അപ്പോഴാണ് ഗ്ലൂ നന്നായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് അതിങ്ങനെ കട്ടയായിട്ട് വന്നത്. ഇനി നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സ്റ്റിക്കായിട്ട് ഇരിക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ഗ്ലൂ ശരിക്കും ചൂടാവാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് പെട്ടെന്ന് വിട്ടു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് പിന്നെ B7000 മാത്രമാണ് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് വരും. അറിയാത്തതിൻ്റെയാണ് ഞാനതിങ്ങനെ കാണിക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്ന ഒരാളാണോ എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഈ ഗൺ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറവാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇനി നമുക്ക് ഗൺ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. മറ്റേ ഞാനിവിടെ വാങ്ങിച്ചിരുന്നതൊക്കെ ഇങ്ങനെ നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ഇങ്ങോട്ട് ഗ്ലൂ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചൂടായി വരുന്നുണ്ട്. പിന്നെ ഒന്ന് ചൂടാവുന്ന ഒരു ടൈം എടുത്തു. അപ്പോൾ അതിൻ്റെയും ഒരു കുറച്ചൊരു സമയം ഉണ്ടായിരുന്നു, ചൂടാവാത്തതിൻ്റെ ഒരു സമയം ഉണ്ടായിരുന്നു. അതാണ് കട്ടയായിട്ട് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ റിവ്യൂ എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഗ്ലൂ കുറേ ടൈം നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നതാണോ എന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് വിട്ടു പോകുന്നുണ്ടോ എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഏതാണ് നല്ലത് എന്നുള്ളത് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. B7000 ആണ് എൻ്റെ കയ്യിലുള്ള ഗ്ലൂ ഗണ്ണിലേലും നല്ലതെന്ന്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങോട്ട് ചൂടാവാത്തതിൻ്റെയൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഗ്ലൂ ഭയങ്കരമായിട്ട് വരും, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടയാവാം, അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അതാ നമ്മളിവിടെ നമ്മുടെ സ്റ്റോണൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട്, അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ കട്ട പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കളഞ്ഞതൊന്ന് പെർഫെക്റ്റാക്കി എടുക്കാം. 2 സൈഡും നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. കൈ കൊണ്ടൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ഒട്ടി കിട്ടും ഗ്ലൂ ഗൺ. പെട്ടെന്ന് നമ്മൾ പശ വയ്ക്കുന്ന ടൈമിൽ തന്നെ അത് സ്റ്റിക്കായി പോവും. അപ്പോൾ അതാ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ സ്ലൈഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.